Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. ഖുർആനിലെ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇതിൽ വളരെ വിശദമായിട്ടാണ് നമ്മൾ ഈ ആയത്തിനെ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രാർത്ഥന മറ്റേതെങ്കിലും ഒരു പ്രാർത്ഥന പോലെയല്ല. മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി നിർബന്ധമായും ജവാബിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ടോ, മനസ്സിലാക്കേണ്ടതുണ്ടോ, അത് മുഴുവനും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് വിശദമായ ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറെ ക്ലാസ്സുകളായി നമ്മൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടും നമുക്കൊരു മടുപ്പ് തോന്നാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പ്രാർത്ഥന നമ്മളുമായി എത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് തന്നെയാണ്. നമുക്ക് സൂറത്ത് യാസീൻ നമ്മൾ എത്തിയ ആയത്തിൽ അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടന്നത്. അപ്പൊ ഇത് പൂർത്തിയാക്കാതെ ഇനി നമുക്ക് ഈ സൂറത്ത് യാസീനിന്റെ ബാക്കി ഭാഗം പഠിക്കാൻ കഴിയില്ല. നമ്മളൊരു കാര്യം പഠിച്ചു തുടങ്ങിയാൽ അത് മുഴുവനായിട്ട് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ അറിയാതെ, കേൾക്കാതെ, പഠിക്കാതെ പോയാൽ ഒരുപക്ഷെ അതായിരിക്കും ആ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം. അപ്പൊ അത് അറിയാതെ പോകുന്നത് കൊണ്ട് അത്രയും നമ്മൾ മനസ്സിലാക്കിയത് വെറുതെയായി മാറും. കഴിഞ്ഞ ക്ലാസ്സിൽ ഖുർറത്ത് അഅ്യുൻ എന്ന് പറഞ്ഞ ആ ഖുർറത്ത് അഅ്യുനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നു. അപ്പൊ അതെല്ലാവരും ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെ ഇസ്മായിൽ സാഹിബ് അതിൻ്റെ ഒരു വോയിസ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇനി ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. 3 ആയത്തുകളാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. അതേപോലെ ആയത്താണ് ഇപ്പോൾ നമ്മളെ പ്രാർത്ഥന സൂറത്തുൽ മുഅ്മിനൂനിലെ. പിന്നീട് 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകളും നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന സംഗതി, നമ്മൾ എന്താണ് ഇത്രയും പറഞ്ഞു വന്നത് അതിലേക്ക് ഒന്നുകൂടി നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയും ഒന്നുകൂടി ആ വിഷയം നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കാനും സാധിക്കും എന്നതാണ്. ഒന്നാമതായിട്ട് ആ ഖുർറത്ത് അഅ്യുൻ നമ്മൾ കാണുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ ഭാര്യ ആസിയ എന്നത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പല ഹദീസുകളിലും, പല റിവായത്തുകളിലും പല ആശയങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നബിസല്ലല്ലാഹു 4 വര വരച്ചു. എന്നിട്ട് ആ 4 വരയെ കുറിച്ച് സ്വഹാബിയോട് ചോദിച്ചു. എന്നിട്ട് ആ 4 വര അഫ്ദലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും
മഹത്വമേറിയ 4 സ്ത്രീകളെ പറ്റിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ആസിയ ബിൻതു മസാഹിം എന്ന് പറയുന്നുണ്ട്, ഹദീസിൽ കാണാൻ സാധിക്കും. ആ 4 സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഞാൻ ഹദീസ് വായിക്കുന്നില്ല, കുറെ ആവശ്യം ഉണ്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോ അവര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മൂസാ നബിയുടെ ഉമ്മാക്ക് വഹി കൊടുക്കുകയാണ്. ആ വഹി പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന വഹിയല്ല, മറിച്ച് പ്രവാചകന്മാര് ഇല്ലാഹിലേക്ക് ആളുകൾ മാത്രമേ പ്രവാചകന്മാരായി വന്നിട്ടുള്ളൂ. അവിടെ മൂസാ നബിയുടെ ഉമ്മാക്ക് ഒരു ഇൽഹാം അവർ കൊടുക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു തോന്നിക്കൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന വഹി. അത് പ്രകാരം ഒരു പേടകത്തിലാക്കിയിട്ട് ആ കുട്ടിയെ ഉമ്മ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. ആ സംഭവം എല്ലാവരും ചരിത്രം എല്ലാവർക്കും അറിയാം. അങ്ങനെ അത് ഒഴുകി എത്തുന്നത് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മേൽഭാഗത്താണ്. അവിടെ ഫിർഔനിന്റെ ഭാര്യയും തോഴിമാരൊക്കെ ഉണ്ട്. അവർ പേടകം കെട്ടും തുറന്നു നോക്കുന്നു. സുന്ദരനായ കുട്ടിയാണ്. അപ്പം ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊണ്ടു കളയാൻ ഫിർഔൻ ഓർഡർ പുറപ്പെടുവിച്ച സമയമാണ്, സന്ദർഭമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടുന്നത്, ആൺകുട്ടിയാണ്. ആ സമയത്ത് ഫിർഔനിന്റെ ഭാര്യ പറയുന്ന ആയത്താണ് സൂറത്തുൽ ഖസസിലെ 9-ാമത്തെ ആയത്ത്. വഖാലത്തി ഇംറഅതു ഫിർഔന ഖുർറത്തു ഐനിൻ ലീ വലക, എനിക്കും നിങ്ങൾക്കും ഈ കുട്ടി ഒരു ഖുർറത്ത് ഐൻ, കൺകുളിർമയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ കൊല്ലരുത്, നമുക്ക് അവൻ ഉപകാരപ്പെട്ടേക്കാം, നമുക്കൊരു കുട്ടിയായിട്ട് അവനെ സ്വീകരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ആയത്തിന്റെ ആശയം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഖുർറത്ത് ഐൻ എന്ന് ചോദിക്കുന്ന ആ ഖുർറത്ത് ഐൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ ആയത്ത് വളരെ പര്യാപ്തമാണ്. കാരണം ഇവിടെ ഫിർഔനിന്റെ ഭാര്യ പറയുന്നത് എനിക്കും നിങ്ങൾക്കും എന്ന് പറയുന്നുണ്ട്, ഖുർറത്ത് ഐൻ എന്ന് പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് ആസിയ ബീവിക്ക് മാത്രമാണ് ഖുർറത്ത് ഐൻ ആയത്. കാരണം അത് ഇവിടെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, നമുക്കൊരു വലുതായിട്ട് ഒരു കുട്ടിയെ, ആൺകുട്ടിയായിട്ട് നമുക്ക് ആ കുട്ടിനെ സ്വന്തം കുട്ടിയായിട്ട് വളർത്താൻ സ്വീകരിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഉണ്ടായത് എന്താണ്, അവിടെ ആ ഖുർറത്ത് ഐൻ എന്നത് ഫിർഔനിന് ഉപകാരപ്പെട്ടിട്ടില്ല. ആർക്ക് മാത്രം ഉപകാരപ്പെട്ടത്? ആസിയക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്ത് സ്വീകരിക്കുന്നു, പ്രബോധനം സ്വീകരിക്കുന്നു. മൂസാ നബി വിശ്വസിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ആര് പെടുന്നു? അത് ഫിർഔനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാനക്കേടായിരുന്നു, ഒരു അപമാനമായിരുന്നു, വലിയൊരു മാനക്കേടാണ്. അപ്പോ ഫിർഔൻ ഏറ്റവും നീചമായി ശിക്ഷിക്കുന്നവരാണ്. അതാണ് ഇടത് കൈ വെട്ടും വലത് കാല് വെട്ടും എതിർദിശയിൽ എന്നിട്ട് ക്രൂശിക്കും എന്നൊക്കെ ഫിർഔൻ പറഞ്ഞ സംഭവമാണ്. എന്നാൽ ഏറ്റവും ക്രൂരമായിട്ട് ഫിർഔൻ കൊലപ്പെടുത്തിയത് സ്വന്തം ഭാര്യനെയാണ്. ആ സമയത്ത് പോലും അവരുടെ രഹസ്യഭാഗത്തേക്ക് വലിയ കുണ്ടം ഇറക്കിയിട്ട് അവരെ ശരീരം ഛിന്ന ഭിന്നമാക്കിയിട്ടാണ് ഫിർഔൻ സ്വന്തം ഇണയെ കൊന്നുകളയുന്നത്. ആ സമയത്ത് ഒരിക്കലും ആ വേദനയിലും ആ പ്രയാസത്തിലും ഒരിക്കലും തന്നെ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി എന്തായില്ല, ഈ മകൻ നൽകിയ ഈ ഒരു സന്ദേശം, സത്യസന്ദേശമുണ്ട്, ഒരു മാർഗമുണ്ട്, അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല എന്നതാണ്. എന്നിട്ട് അവരെ കുറിച്ച് സൂറത്ത് തഹ്രീമിൽ അള്ളാഹ് പറയുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഖുർറത്ത് ഐൻ എന്താണ് മനസ്സിലാക്കുക. സൂറത്ത് തഹ്രീമിന്റെ അവസാന ഭാഗത്ത് ലോകത്തിലെ എല്ലാ സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും 2 സ്ത്രീകളെ ഉദാഹരണമായിട്ട് പറയാൻ. അതിൽ ഒരു സ്ത്രീ ആരാണ്? ഇബ്രാഹിം ഫിർഔനാണ്. എന്തതിന്റെ കാരണം? അവർ പറഞ്ഞു, റബ്ബി ഇത്രയും വേദനയോടുകൂടി അവര് വേദന സഹിച്ച് മരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ വാക്ക്, എനിക്ക് ഈ കൊട്ടാരം വിട്ടു പോകുന്നത് കാരണം ഒരു റാണിയായി രാജ്ഞിയായി ആ കൊട്ടാരത്തിൽ ഒരു വലിയൊരു രാജ്യത്തിന്റെ, ഈജിപ്ത് എന്ന മിസ്ർ എന്ന ഒരു വലിയ രാജ്യത്തിന്റെ, ഒരു സമൃദ്ധമായ രാജ്യത്തിന്റെ ഒരു 2ാം
പൗരയായിട്ട്. അതാണല്ലോ അവർ വാഴുന്ന സമയമാണ്. ഇതൊന്നും വിട്ടുപോകുന്ന അവർക്ക് വേദനയുണ്ടായില്ല. അവർ പറഞ്ഞത് എന്താ? പഠിച്ചോനെ, എനിക്ക് ഈ വീടോ ഈ കൊട്ടാരമോ ഇതിലെ സുഖ സൗകര്യങ്ങളോ ഒന്നുമല്ല വേണ്ടത്, മറിച്ച് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് എനിക്ക് ഉണ്ടാക്കി തരണം പഠിച്ചോനെ. റബ്ബിബിനി എനിക്ക് നീ ഉണ്ടാക്കി തരണം പഠിച്ചോനെ. നിന്റെ അടുക്കൽ ഒരു വീട് സ്വർഗത്തിൽ. അതാ കൊള്ളാൻ പറഞ്ഞത്. ഇതാണ് കുടുംബത്താണ്. അപ്പോ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളോ നമ്മുടെ വീടിന്റെ വലിപ്പമോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നുമല്ല, മറിച്ച് നമുക്ക് ഇടകളിലൂടെ മക്കളിലൂടെ കിട്ടേണ്ട ഒരു മതപരമായ ദീനീപരമായ ധാർമ്മികമായ ഒരു കാര്യമുണ്ട്. അതാണ് ഇത് കൊള്ളത്തായി എന്ന് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം സൂറത്ത് സജദയിലെ ആയത്താണ്. കൊടുത്ത രണ്ടാമത്തെ സജദ. ആ സജദയിലെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അത് എവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് സൂറത്ത് സജദയിൽ അല്ലാഹു പറയുന്നുണ്ട്, പിന്നെ രാത്രിയിൽ കിടന്നുറങ്ങും, ആ ഉറക്കത്തിൽ നിന്ന് അവര് അവസാന സമയത്ത് എഴുന്നേറ്റിട്ട് അവർ നിസ്കരിക്കും. അതാണ് നിസ്കാരത്തിൽ അവർ അല്ലാഹുവിനോട് കാര്യങ്ങൾ പറയും. അതൊക്കെ അവർ പറയുന്നത്. അതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു അത്തരം ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സും അറിയില്ല, അവർക്ക് വേണ്ടി അവർ ഗോപ്യമാക്കി മറച്ചു വെച്ചത് കൺകുളിർമയായി. ആ കൺകുളിർമയിൽ നിന്ന് അവർക്ക് ഇവർ മാറ്റി വെച്ചത്, ഗോപ്യമാക്കി വെച്ചത് എന്താണ്? ഒരു നഫ്സും അറിയാമെന്ന് പറയുന്നത്. അത്രയും എന്താണ്? സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളാണ്, സ്വർഗീയ സുഖ സൗകര്യങ്ങളാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? പുറത്ത് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളല്ല എന്ന് മനസ്സിലാക്കുക, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈമാൻ, തഖ്വ, ഖുശൂഅ് ഇതൊക്കെയാണ് നാളെ പരലോകത്ത് നമുക്ക് പുറത്ത് ആയിട്ട് വരാൻ പോകുന്നത് എന്നതാണ് ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്ക് ഭൗതിക ലോകം കണ്ടിട്ട് കണ്ണിന് ഉണ്ടാകുന്ന കുളിർമയാണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കേണ്ട പുറത്തായി. നമ്മുടെ മക്കള് നല്ല പൊസിഷനിലെത്തി, നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുള്ള ജോലിയാണ്, നല്ല ഉയർന്ന പദവിയാണ്, അവർ നന്നായി ജീവിക്കുന്നു. ആരുടെ മുന്നിലും മക്കൾ എവിടെ എന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ ഇന്ന സ്ഥലത്ത്, ഇന്ന പൊസിഷനിൽ, ഇന്ന നാടുകളിലൊക്കെയാണ് എന്ന് പറയാൻ നമുക്കൊരു അഭിമാനവും ഒരു സന്തോഷമൊക്കെ ഉണ്ട് എങ്കിൽ അതല്ല പുറത്തായി. മനസ്സിലായില്ലേ? മറിച്ച് എന്റെ മക്കള് നിസ്കാരം ഒഴിവാക്കൂല, അവർ ഖുർആൻ പഠനം ഒഴിവാക്കൂല, അവർ ദീൻ ഒഴിവാക്കൂല, അവർ ഇന്നത്തെ വൃത്തികേടുകളുടെ പിന്നാലെ എന്റെ മക്കളില്ല, എന്റെ മക്കൾ ദീൻ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ട്, അത് ഞാൻ അറിയുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്, അതിന്റെ അടയാളം അവരുടെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിയും എന്ന് പറയാൻ പറ്റുമോ എങ്കിൽ അതാണ് പുറത്തായി. അതാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇന്ന് വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്തിന്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇന്ന് സിനിമകളും സീരിയലുകളും റീൽസുകളും ഒക്കെയാണ് ജീവിതം എന്ന് ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ സിനിമയും സീരിയലും ഈ റീൽസുകൾക്ക് പിന്നിലുള്ള വൃത്തികെട്ടത് എന്താണെന്ന് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വൃത്തികേട് എന്താണെന്ന് ഈ സിനിമാ ലോകങ്ങൾ നൽകുന്നത്. സിനിമയിൽ എങ്ങനെയാണ് നായകന്മാർ അതുപോലെ അനുകരിക്കുകയാണ്, അവരെങ്ങനെയാണ് അതുപോലെ അനുകരിക്കുകയാണ്. ഇന്നിപ്പോ സിനിമ സീരിയലൊക്കെ പോയത് റീൽസുകളാണ്, അതിലെന്താ കാണുന്നത് അതുപോലെ അനുകരിക്കുകയാണ്, ആ വാക്കും പ്രവൃത്തി അനുകരിക്കുകയാണ്. എന്നാൽ അതിന് പകരം അനുകരിക്കുന്ന അനുകരണം എങ്ങനെയാണ്? ഇസ്ലാമിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പെൺകുട്ടികൾ അനുകരിക്കുക, അതൊരു നടത്തം, ഏത് സിനിമാ നടിയുടെ നടത്തമല്ല, മറിച്ച് നടന്നൊരു നടത്തമുണ്ട്. സിനിമാ നടിയുടെ ജീവിതമല്ല, മുൻഗാമികൾ ജീവിച്ചൊരു ജീവിതമുണ്ട് എന്ന് നോക്കി ഹാജറാ ബീവി നടന്നൊരു നടത്തമല്ല, അല്ലെ? ഹാജറാ ബീവി സഭാപ്രവർത്തകരിൽ നടന്നൊരു നടത്തമുണ്ട്. ആ നടത്തമല്ല, ആ നടത്തമാണ് നമ്മൾ പെൺകുട്ടികൾ അനുകരിക്കേണ്ടത്. അത് സഭാപ്രവർത്തകരിൽ ഇറങ്ങി നടന്നൊരു നടത്തം, ഒരു സാരിയുണ്ട്. അത് പടച്ചവനെ കുറിച്ചുള്ള ബോധം ഉള്ളിൽ വെച്ചിട്ടാണ്, റബ്ബിനെ വിളിച്ചുകൊണ്ടാണ്, റബ്ബിനെ തവക്കുലാക്കിയിട്ടാണ് ആ നടത്തം. ആ ഒരു നടത്തം നടക്കുന്നവരായിട്ട് മാറാം. അങ്ങനെ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മുടെ സ്വന്തം കുടുംബത്തെ പറ്റി, മക്കളെ പറ്റി, ഭാര്യനെ പറ്റി പറയാൻ പറ്റുമോ എങ്കിൽ ആ ഭാര്യ പുറത്ത് അഴിയുണ്ട്. നിസ്കാരത്തിന്റെ ഭാര്യ ഒഴിവാക്കില്ല, കൃത്യമായി നിസ്കരിക്കും. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഖുർആൻ ഓതാതിരിക്കൂല,
ദിക്റുകൾ ചൊല്ലാറുണ്ട്, ദുആകൾ ചെയ്യാറുണ്ട്, എന്നോട് മാന്യമായി പെരുമാറാറുള്ളൂ. എന്റെ ഹക്ക് അവൾക്കറിയാം. സംസാരത്തിലും പെരുമാറ്റത്തിലും ഭർത്താവിന്റെ ഹക്ക് കൃത്യമായി അവർ വീട്ടുന്നുണ്ട്. ഇത് പറയാൻ ഏതൊരു ഭർത്താവിന് ഭാര്യനെ പറ്റി പറയാനയോ എങ്കിൽ പുറത്തായി ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റി പറയാൻ പറ്റുമോ? എന്റെ ബാധ്യത നിർവഹിക്കുന്നു, എന്നോട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നും പറയാൻ പറ്റുമോ? ദീനെ ഒഴിവാക്കാൻ, നമസ്കാരം ഒഴിവാക്കാറില്ല, എന്നും ദീനനുസരിച്ച് ജീവിക്കുന്നത് എന്റെ ഭർത്താവ് എന്നൊരു പെണ്ണിനെ പറയാൻ പറ്റുമോ? എങ്കിൽ പുറത്തായി. അതല്ലാതെ എന്താണ് നല്ല മക്കള്, നല്ല ജോലി, നല്ല ഭക്ഷണം, നല്ല സബ്ജക്ട് ജീവിതം, എന്താണ് എന്താ കല്യാണം കഴിഞ്ഞ് എങ്ങനെ ജീവിതം ഉഷാറാണ്, എല്ലാ സൗകര്യങ്ങളുണ്ട്, വാഹനമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല സുന്ദരമായ ജീവിതമാണ്, ഭൗതികമായ കാര്യങ്ങളിൽ ഒരു കുറവില്ല. ഇതെല്ലാം പുറത്താണ്. മനസ്സിലാക്കുക. അത് ആരും പെണ്ണിൽ നിന്നും പെണ്ണിനാളിൽ നിന്നും കെട്ടത്. ഈ 3 ആയത്ത് നമുക്ക് കഴിയുന്ന സന്ദേശമാണ്. ശരി, എങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. വളരെ ചുരുക്കി മാത്രം പറയുന്നത്. ഇനി നമുക്ക് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത് ഖുർആനിലെ ആയത്തിനെ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഇതാണ് ഈ പ്രാർത്ഥനയിലെ ഏറ്റവും മർമ്മമുള്ള സ്ഥലം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇതാണ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. വജഅൽനാ, നീ ആക്കി തരണമേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ദുരിയത്തും അസുവാചും, ദുരിയത്തും അസുവാചിനെയും മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം, മുത്തഖിയാക്കണം എന്നല്ല, മുത്തഖീങ്ങളാക്കണം എന്നല്ല, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്നാണ്. ഇത് 2 കാര്യം പഠിക്കേണ്ടത്. ഒന്ന്, എന്താണ് ഇമാം? ഖുർആനിൽ ഇമാമ് എന്ന് പറഞ്ഞത് ഏതൊക്കെ വിഷയത്തെ പറ്റി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആർക്കാണ് ഇമാമാകേണ്ടത്? ആർക്കാണ് ഇമാമാകേണ്ടത്? മുത്തഖീ. ഇമാമാകണമെങ്കിൽ, മുത്തഖീങ്ങൾക്ക് ഇമാമാകണമെങ്കിൽ ഈ മുത്തഖീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാതെ മുത്തഖീങ്ങൾക്ക് ഇമാമാകണം എന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുത്തഖൂൻ എന്ന് 6 സ്ഥലത്തും മുത്തഖീൻ എന്ന് 43 സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. രേഖപ്പെടുത്തി വെക്കണം. ആർക്ക് ഇമാമാക്കണം എന്നാ പറയുന്നത്? മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്നാണ് പറയുന്നത്. മുത്തഖൂൻ, മുത്തഖീൻ 2 രൂപത്തിലാണ് പറയാം. മുത്തഖൂൻ, മുത്തഖീൻ 2 ബഹുവചന. മുത്തഖൂൻ എന്ന് 6 സ്ഥലത്ത്, മുത്തഖൂൻ എന്ന് 6 സ്ഥലത്തും മുത്തഖീൻ എന്ന് 43 സ്ഥലത്തും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറയാൻ കഴിയില്ല. അതിൽ പലതും ആവർത്തനം ഒഴിവാക്കുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നമ്മൾ നിർബന്ധമായും അറിയേണ്ട ആയത്തുകൾ മാത്രമാണ് ഞാൻ നോക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ആര്യ ഇമ്രാനിലെ 133 ആയത്ത് നോക്കുക. 3-ാം അധ്യായം ആര്യ ഇമ്രാൻ. 133 ആയത്ത് നമ്പർ. വായിച്ചോളൂ. എവിടെയാണ് ഈ ഖുർആനിലെ അറിവ് നമുക്ക് നമ്മളെ എത്തിക്കേണ്ടത് എന്നതാണ് ഈ ആയത്തിന്റെ മർമ്മം. നമുക്ക് ഇത് പഠിക്കാൻ ശ്രദ്ധിക്കാം. ഇത് പഠിക്കാൻ
പ്രത്യേക ഒരു സമയത്തെ കാത്തിരിക്കാൻ പറ്റൂല, ഒരു ദിവസത്തെ കാത്തിരിക്കാൻ പറ്റൂല. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ പോകാമെന്ന് ഇരിക്കാൻ പറ്റൂല. അള്ളാഹ് പറയാണ് വസാരിഉ ഇലാ മഗ്ഫിറ, മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടി വരിക, ധൃതി കാണിക്കുക, കാത്തിരിക്കരുത്. മഗ്ഫിറത്ത് കിട്ടിയാലേ വജന്നത്തിൻ അർളുക സമാവാതു വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം എന്നത് കിട്ടുള്ളൂ. അത് ആർക്കുള്ളതാണ്? മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ്. മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ്. അപ്പൊ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇമാമായിട്ട് നമ്മുടെ ഭാര്യ മക്കളും വേണം. മുത്തഖീന ഇമാമ, നമ്മുടെ മുന്നിൽ സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ്. അത് എന്ത് വേണം? നമ്മൾ സ്വർഗത്തിൽ കടക്കുമ്പോൾ നമ്മളെ മുന്നിൽ നമ്മളെ മക്കളും നമ്മളെ ഇണകളും വേണം. നിങ്ങൾ നോക്കി, ഒരു യാത്ര പോവാണ്, നമ്മളെ കുട്ടികളെ, മക്കളെ, പേരക്കുട്ടികളൊക്കെ നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിലാണ് അല്ലെ? ആ കാണുമ്പോൾ സന്തോഷത്തിന് അവരിങ്ങനെ ചിരിക്കുന്നു, കളിക്കുന്നു, പാർക്കിയിൽ ഓടിക്കളിക്കുന്നു, അവരിങ്ങനെ ആനന്ദിക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിന്റെ കുളിർമ എത്രമാത്രം ഉണ്ടാകും. അപ്പൊ നമ്മളെ കണ്ടാ പോണത് ഒരു തോട്ടത്തിലൊക്കെ ജന്നത്ത് എന്ന് പറഞ്ഞാൽ കണ്ട തോട്ടമാണ്, സ്വർഗീയ തോട്ടം. നമ്മൾ അവിടേക്ക് പോവുകയാണ്. നമ്മളെ മുന്നിൽ നമ്മളെ ഇണകളുമുണ്ട്, നമ്മളെ മക്കളുമുണ്ട്. മുത്തഖീന ഇമാമ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങൾക്ക് ഇമാമയാണ്. അപ്പൊ എന്താ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായപ്പോ? പഠിച്ചോനെ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ മുത്തഖി ആകാതിലേക്ക് പോകാൻ കഴിയില്ല. മുത്തഖികൾക്ക് തയ്യാറാക്കപ്പെട്ട സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് ഞാൻ കടക്കുമ്പോ എന്റെ മുന്നിൽ ആരുണ്ടാകണം? എന്റെ ഭാര്യയും എന്റെ മക്കളും ഉണ്ടാകണം. അതാണ് ആ കാഴ്ചയാണ് കുടുംബത്തായി നിലപ്പറഞ്ഞത് കാഴ്ചയുള്ളത്. ഇതാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുമ്പോൾ എത്ര ആൾക്കാർ ഈ ഒരു ആശയം മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? ശരി, അള്ളാഹ് പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ താമസിക്കേണ്ട, കാത്തിരിക്കേണ്ട, ഒഴിവ് നോക്കിയിരിക്കേണ്ട സാരിയോ, കാരണം ടൈം കിട്ടൂല. നമ്മളത് റെഡിയായി വരുമ്പോഴേക്ക് ഒരു പക്ഷെ നമ്മളെ സമയം അവസാനിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളെ ടൈം അവസാനിച്ചിട്ടുണ്ടായിരിക്കും. നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നത്, ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിലൊക്കെ പറയുന്ന ചുരുക്കത്താണ് നമ്മൾ ഈ സഹിക്കുന്ന ടെൻഷനും വിഷമങ്ങളും ബേജാറും ഒരു പ്രശ്നം കേട്ടില്ല. അതിൽ ഒരാൾ പറയാൻ, ഒരു പ്രവാസിയായ മനുഷ്യൻ അയാൾ നാട്ടിൽ പോരുകയാണ്. 14 കൊല്ലം അയാൾ ജോലി ചെയ്ത് അയാൾ നാട്ടിലേക്ക് പോരുമ്പോൾ യാത്രയാക്കാൻ വേണ്ടി വന്ന സുഹൃത്തുക്കൾ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പ്ലേറ്റ് തരാൻ ഉദ്ദേശിക്കുന്നു, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയും. ആലോചിക്കുക, 10-30 കൊല്ലം കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്തൊരു മനുഷ്യൻ നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ചോദിക്കാനത്, നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു പ്ലേറ്റ് തരാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയുന്നതാണ്. അതേപോലെ ഒന്നും വേണ്ട, നിങ്ങളെ സ്നേഹത്തിന്റെ ഒന്നും വേണ്ട, അത് പറ്റില്ല, എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് ഒരു ശവായ വാങ്ങിത്തരണം, എനിക്ക് നിങ്ങളൊരു ശവായ വാങ്ങിത്തരണം. ആ മനുഷ്യൻ ഇന്നലെ ആ സാധനം തിന്നിട്ടില്ല. മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, കുടുംബത്തിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പലർക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിന്റെ സന്തോഷം, ആ മക്കൾ തിന്നപ്പെടുന്ന സന്തോഷം, ആ മക്കൾ അത് ഭക്ഷിക്കപ്പെടുന്ന സന്തോഷം, ആ മനുഷ്യൻ അത് ഭക്ഷിച്ചിട്ടില്ലെന്നല്ലേ. സ്വന്തം ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി വെച്ച്, അത് മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് ബാക്കിയുള്ള കുടുംബത്തിന് കൊടുക്കാൻ നമ്മള്, കുടുംബത്തിന്റെ സന്തോഷം കാണാൻ നമ്മള്, എന്തെല്ലാം ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിട്ട് അതേപോലെ വേണ്ടാന്ന് വെച്ച് കുടുംബത്തിന് വേണ്ടി. സഹോദരങ്ങളെ, കുടുംബത്തറയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്താണ് നമ്മൾ അങ്ങനെ ജീവിച്ചിട്ട് അവസാനം
നമ്മൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മക്കളില്ലെങ്കിൽ, നമ്മുടെ ഭാര്യയില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തിലേക്ക് എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഖുർറത്ത് അയ്ൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അത് കടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അവരുണ്ടാകണം. ഇനി നിങ്ങൾ ഇതിന് ശേഷം വരുന്ന ആയത്തിലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോഴല്ല, പിന്നീട് വായിച്ചു നോക്കുക. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് മക്കളാണ് ഈ ഖുർറത്ത് അയ്ൻ ആകാതെ കാണാം. അവര് ദേഷ്യം പിടിക്കാത്ത മക്കളാണ്. ഈ വായിക്കാം, സമയമില്ലാത്തപ്പോൾ ഞാൻ വായിക്കാത്തത്. ശേഷമുള്ള ആയത്തിന് നിർബന്ധമായിട്ട് വായിക്കണം. ഇതിന് ശേഷമുള്ള ആയത്തിൽ അവർ ദേഷ്യം പിടിക്കൂല, അവർ കയറ് സംസാരിക്കൂല, അവര് മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കും, എല്ലാവരോടും അവര് ലോയമായിട്ട് അവർ പെരുമാറും. അങ്ങനെ ഒരു നല്ല ഒരു സമൂഹത്തെ, ഒരാൾക്കും പാരാകാത്ത, നമുക്കൊരു ടെൻഷന് സമ്മാനിക്കാത്ത മക്കള്, ഒരു രാത്രി പോലും അവരെ കുറിച്ച് ഓർത്ത് കരയേണ്ടി വരാത്ത മക്കൾ, ഒരു പകൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത ഒരവസ്ഥ ഉണ്ടാകാത്ത ഇണകൾ, എന്നും സന്തോഷം മാത്രം നൽകുന്ന മക്കൾ. ഇതിനു ശേഷം അല്ലദീന എന്ന ആ മക്കൾ വലുതായി വലിയ മക്കളായി. അവര് വാപ്പി ഉമ്മ ശീലിപ്പിച്ചൊരു ശീലം തുടരും. അവര് കഷ്ടപ്പാടുകളും സന്തോഷത്തിലും ഒക്കെ അവർ ചെലവഴിക്കും. ദേശത്തെ അവർ പിടിച്ചു കൊടുക്കും. അവർ വീട്ടിൽ കയത്ത് സംസാരിക്കൂല. ഇങ്ങനൊക്കെ പറഞ്ഞ് സ്വത്തിന്റെ പേരിൽ, മുതലിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല, വാപ്പാനുമാനെ സങ്കടപ്പെടുത്തൂല, അവർ വില പേശൂല. ഇതൊക്കെ പറയുന്നുണ്ട് ഈ ആയത്തിന് ശേഷം. വായിച്ചു കേൾക്കുക. ആ മക്കൾ ഇവിടെയും ഖുർറത്ത് അയ്നായിരിക്കും, നാളെ പരലോകത്തും ഖുർറത്ത് അയ്നായിരിക്കും. നമ്മ വേണ്ടത് എനിക്കുള്ളത് മുഴുവനും ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും ഉമ്മ അധികാവൂല എന്ന് പറഞ്ഞ മക്കളായിരിക്കും. മനസ്സിലായിട്ടല്ല? അതിന്റെ പേരിൽ ഏട്ടനും അനുജനും ആകെ മക്കളും തമ്മിൽ തല്ലു കൂടുതൽ അവസ്ഥ ഈ ഉമ്മാക്കും വാപ്പാക്കും ജീവിച്ചിരിക്കുമ്പോൾ കാണേണ്ടി വരില്ല. അതൊക്കെയാണ് ശേഷമായത്. ശരി, അപ്പൊ മുത്തഖീങ്ങൾക്ക് ഇമാമാകാന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങൾ ആരാധന നമ്മൾ അറിയണം. ഇനി അഅറാഫിലെ 128 128 എന്തുകൊണ്ടാണ് മൂസാ നബി ഫിർഔനിന്റെ ഭാര്യ അവർ ഖുർറത്ത് അയ്ൻ ആകുമെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? എന്താണ് മൂസാ നബി നൽകിയ സന്ദേശം തന്റെ കൗമിനെ? മൂസാ നബിയുടെ കൗമിൽപ്പെട്ട ഒരാളാണ് ആര്? ആസിയ ബീവി. എന്താണ് അവർ പറഞ്ഞത്? وقال موسى لقومه, മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞത് ഇസ്തഈനൂ ബില്ലാഹ് വസ്ബിറൂ, അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടുക, നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹുവിനോട് സഹായം തേടുക, നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇന്നൽ അർള, അല്ലാഹു ഭൂമിയെ യരിസു, ഇന്നൽ അർള ലില്ല, തീർച്ചയായും ഭൂമി അല്ലാഹുവിന്റേതാണ്. യരിസുഹാ യൂരിസുഹാ യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ അത് അവകാശപ്പെടുത്തി കൊടുക്കുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പര്യവസാനം മുത്തഖീങ്ങൾക്കാണ്. എങ്ങനെ? ഭൂമി ആയതാ? അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത് അവകാശപ്പെടുത്തി കൊടുക്കും. നമുക്ക് കിട്ടിയ ഫ്ലാറ്റും നമുക്ക് കിട്ടിയ ഭൂമിയും നമ്മുടെ കൃഷിസ്ഥലവും നമ്മുടെ പറമ്പും നമ്മുടെ സ്ഥാപനങ്ങളും എല്ലാം ഈ ഭൂമിയിലാണ്. അല്ലാഹു മീറാസായി തന്നതാണ്, അവകാശപ്പെടുത്തി അനന്തരമായി തന്നതാണ്. ഇനി ആഖിബത്ത്, ഇതിന്റെ ഒരു അവസാനം ഉണ്ടല്ല അല്ലെ? ഇതിന്റെ ഒരു പര്യവസാനം ഉണ്ട്. ഇതൊന്നും പോലെ ഉണ്ടാവില്ലല്ലോ, നമ്മൾ പോണം. ഇതിന്റെ ഒരു ആഖിബത്ത്, പര്യവസാനം, അത് ആർക്കാണ് ഗുണകരമായി മാറുക? ഈ ഭൂമിയിൽ അല്ലാഹു തന്ന വീട്, അള്ള തന്ന ജോലി, അള്ള തന്ന മക്കള്, അള്ള തന്ന കുടുംബം, ഇതിന്റെ പര്യവസാനം ഗുണകരമായി മാറുന്നത് ആർക്കാണ്? ഗുണകരമാക്കി മാറ്റാൻ പറ്റുന്ന മക്കളാവണം, ഇണകളാകണം. എങ്കിൽ അവർ നമുക്ക് ഇമാമുകളായിരിക്കും.
മുത്തഖീങ്ങൾക്ക് ഇമാമുകളായി. ഇനി 11:49 സൂറത്ത് ഹൂദിലെ 49. വായിച്ചോളൂ. ദീർഘമേ ഇതിന്റെ അർത്ഥം പറയാൻ മുമ്പ് ഒരാശയം നിങ്ങൾ വേറെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവുള്ളൂ. ഈ ആയത്തിനാണ് വായിച്ചാൽ ഇതിന്റെ ആശയം മനസ്സിലാവില്ല, അർത്ഥം വായിച്ചാലും മനസ്സിലാവില്ല. ഇതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. എന്താന്ന് ചോദിച്ചാൽ, ഒരു കുടുംബം ശ്രദ്ധിക്കാൻ, ഭൂമിയിൽ മനുഷ്യൻ കുടുംബമായി ജീവിച്ചു തുടങ്ങുന്നത് നോഹിന്റെ കാലത്താണ്. എങ്ങനെ? ഒരു കുടുംബമായിട്ട്, ഒരു വ്യവസ്ഥാപിത കുടുംബമായിട്ട് ആദിലന്റെ കാലത്ത് പല വ്യക്തികളാണ്. ഒരു വ്യവസ്ഥാപിതമായ കുടുംബമില്ല. കാരണം എന്താണ്? ആങ്ങളെയാണ് പെങ്ങള് കല്യാണം കഴിക്കുന്നത്. അതൊക്കെ അങ്ങനെ അവിടുത്തെ അവസ്ഥ ആദ്യത്തെ കാലത്ത് അങ്ങനെയാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് ഒരു സമൂഹമായി ഇണകൾ എന്ന സംവിധാനം വന്നു. അതിൽ മക്കളുണ്ടായി. അങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു കുടുംബമായി ജീവിക്കുന്നത് ആരുടെ കാലത്താണ്? നൂഹിന്റെ കാലത്താണ്. ആ കാലഘട്ടത്തിൽ നിഷേധികളായ ആളുകൾ കടന്നു വന്നു. തലമുറ മാറി മാറി വന്നു. അങ്ങനെ നിഷേധങ്ങളായ ആൾക്കാർ കടന്നു വന്നത് മാത്രമല്ല, എല്ലാ നിലക്കും തോന്നിവാസം അവിടെ പെരുകി. എല്ലാ നിലക്കും തോന്നിവാസങ്ങൾ പെരുകി. അവസാനം അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ഭൂമിയെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യരെയും പ്രളയത്തിലൂടെ നശിപ്പിച്ചു. അന്ന് അവിടെ ആൾക്കാരുള്ളൂ. അവിടെ ആൾക്കാർ എത്തിയിട്ടുള്ളൂ. ഭൂമിയിൽ എല്ലായിടത്തും ആൾക്കാർ എത്തിയിട്ടില്ല. അന്നല്ല 80 പേരെ ഒഴികെ അല്ലാഹു തആല നശിപ്പിച്ചു. അല്ലാഹ് പറഞ്ഞത് എന്തായിരുന്നു? നൂഹ് നബിയോട് പറഞ്ഞത് കപ്പലിൽ എല്ലാ വസ്തുക്കളിലും ഇണകളെ കയറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ 40 ആൾക്കാരുടെ കൂട്ടത്തിൽ ആളുകളുണ്ട്, അല്ലെങ്കിൽ 80 ആൾക്കാരുടെ കൂട്ടത്തിൽ ആളുകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജീവജാലങ്ങളും ജന്തുവർഗങ്ങളും എല്ലാം കപ്പലിലുണ്ട്. ഇനി ഇറങ്ങാൻ മനസ്സിലാക്കണം. ഇറങ്ങാൻ നമ്മൾ സാധാരണ ഒരു കല്യാണത്തിന് പോയാൽ, നമ്മൾ പോയാൽ എന്താ പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിക്കാത്തവന്റെ ചോറ് ഹലാലാവില്ല കേട്ടോ. ഞാനതാ പറയാം. നിങ്ങൾ എന്ത് പറയാൻ വേണ്ടിയില്ല, ആരും തന്നെ വിമർശിക്കാൻ വേണ്ട. ഞാനെന്താ പറയാറിയോ? ഒരു കല്യാണത്തിന് നമ്മളെ വിളിച്ചിട്ട് ആ കല്യാണത്തിന് ചെന്ന് സ്ത്രീകൾ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചു, പുരുഷന്മാര് ആ ആണിന്റെ കൈ പിടിച്ചു, എന്ന് പറയാതെ അവിടുന്ന് പള്ളാതെ തിന്നു പോകാൻ ആ തീറ്റ ഹലാലാവില്ല. നമ്മളെ കവിത തേങ്ങ പോകും. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കും. ഇസ്ലാമിന്റെ മര്യാദ. എന്തിനാണ് ക്ഷണിക്കുന്നത് മനസ്സിലാവണം. എന്തിനാണ് ക്ഷണിക്കുന്നതെന്ന് അറിയണം. ഒരു പക്ഷേ ക്ഷണിക്കാൻ കൂടി നമുക്ക് അറിയാം. എങ്ങനെ നമ്മൾ കല്യാണത്തിന് വിളിക്കുന്നത്? കല്യാണത്തിന് എങ്ങനെ വിളിക്കല്? 11 മുതൽ 2 മണി വരെ പാർട്ടി. എങ്ങനെ? 11 മുതൽ 2 മണി വരെ എന്ത് പാർട്ടി? നോട്ടീസിൽ അതാണ്ടായി, കത്തിൽ അതാണ്ടായി. അപ്പൊ വന്ന് നല്ലോണം നക്കി വിട്ടുപോയി. സഹോദരങ്ങളെ, കല്യാണത്തിന് വിളിക്കുന്നത് വരെ മാറ്റണം. ക്ഷയമാണ്. എങ്ങനെ പാർട്ടി? എന്റെ പൊന്നു മോളെ കല്യാണം, എന്റെ മോനെ കല്യാണം, നിങ്ങൾ വരണം, പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അങ്ങനെ വിളിക്കട്ടെ.
എന്റെ മോനെ നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ മകൾക്ക് നിങ്ങൾ ദുആ ചെയ്യണം, അതിന് നിങ്ങൾ അവിടെ വരണമെന്ന് ദുആ ചെയ്യാൻ വിളിക്കട്ടെ. നമ്മൾ വിളിക്കണേ എന്തിനാ? തിന്നാണ് എല്ലാം വിളിക്കട്ടെ, ദുആ ചെയ്യാൻ വിളിക്കണം. നമുക്ക് കിട്ടേണ്ട സമ്മാനം അതാണ്. അത് വിലമതിക്കാൻ പറ്റാത്തതാണ്, അമൂല്യമായ സമ്മാനമാണ്. നമ്മൾ ഏത് കല്യാണത്തിൽ പോയാലും ഏതായാലും വിളിക്കണമെന്നറിയില്ല, ചെല്ലണ നമ്മക്കറിയല്ലോ. വിളിക്കണമെന്നറിയില്ല, ചെല്ലണ നമ്മക്കറിയല്ലോ. എങ്കിൽ അവിടെ ചെന്ന് പാപങ്ങളെ പ്രാർത്ഥിക്കണം. എന്താ കാരണം? എന്താ കാരണം? ഒരു ജീവിതം തുടങ്ങാൻ സൗദി അസുവാജാണ്. എന്താണ് സൗദി അസുവാജാണ്? അവർക്ക് മരിക്കുമ്പോൾ കിട്ടേണ്ട കാര്യമാണ് ബറക്കത്ത്. എന്ത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. ബറക്കത്ത് മനസ്സിൽ പോകരുത്. ബറക്കത്ത് ഇണകളാണ് ജീവിക്കാൻ തുടങ്ങാൻ. നൂഹ് നബി കപ്പലിൽ കയറ്റിയതെന്തിനായിരുന്നു? നൂഹ് നബിയോട് കപ്പലിൽ കയറ്റാൻ പറഞ്ഞത് എന്തിനെ കയറ്റാനാ പറഞ്ഞത്? ഇണകളെ കയറ്റാനാ പറഞ്ഞത്. അല്ലേ? അല്ലേ? പ്രളയം കഴിഞ്ഞ് വെള്ളം ഇറങ്ങി നൂഹ് നബി കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇറങ്ങുന്നതിന് മുമ്പ് നൂഹ് നബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താ? ഈ എല്ലാ ഇണകളെയും കൂടി ഏറ്റിട്ട് ഇറങ്ങാണ്. മനുഷ്യന്മാര് മാത്രമല്ല, എല്ലാ ഇണകളും ഉണ്ട്. കപ്പലിൽ ഇറങ്ങാണ്. ഇറങ്ങുമ്പോ എന്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നൂഹ് നബിയോട്? റബ്ബി അൻസിൽനി ബാറക്കല്ലാഹു മാഷാ അല്ലാഹ് അൻസിൽനി മുൻസലൻ മുബാറകൻ. ബറക്കത്തുള്ള ഒരു സ്ഥലത്ത് ഇറക്കി പഠിച്ചോനെ, ബറക്കത്തോടുകൂടി ഇറക്കി പഠിച്ചോനെ. റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ. ബറക്കത്തേറ്റ് ഇറങ്ങാൻ പറഞ്ഞു. കാരണം ഇണകളാണ് ഇതിലുള്ള മുഴുവൻ. ഇണകൾക്കിടയിൽ ഉണ്ടാകുന്ന സംഗതി എന്താ? ബറക്കത്ത്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ 49 നേരെ വായിച്ചാൽ അത് നിങ്ങൾക്ക് അവിടെ കാണാം. നേരെ 48 വായിക്കേ. ശ്രദ്ധിക്കണം, പറയപ്പെട്ടു യാ നൂഹ്, അല്ലയോ നൂഹേ. ആരെ വിളിക്കുന്നത്? അല്ലാഹ്. ഇറങ്ങിക്കോ, ലാൻഡ് ചെയ്യുക. പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരാണ്. പ്രാർത്ഥിച്ചത് പറയില്ല, പ്രാർത്ഥിച്ചത് ഭൂമികളിൽ കാണാം. ഇത് റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് ബർക്കത്തേറ്റ് ഇറക്കണം. എന്നാ ഇറങ്ങിക്കോളാ പറഞ്ഞത്. ബർക്കത്തേറ്റ് ഇറങ്ങിക്കൊള്ള ഉത്തരാണ് ഈ ആയത്തിൽ കാണുന്നത്. ആ പ്രാർത്ഥനയുടെ ജവാബാണ്. എന്താ ഉത്തരം? നമ്മുടെ അടുക്കൽ നിന്നുള്ള സലാമത്തിലും ബറക്കത്തിലും ഇറങ്ങിക്കോ. നിനക്കും നിന്റെ കൂടെയുള്ള ഈ വിശ്വാസങ്ങളെ 80 അപ്പൊ ഈ ആയത്ത് കഴിഞ്ഞതിന് ശേഷം, ആ ചരിത്ര സംഭവം ഓർമ്മിപ്പിച്ചതിന് ശേഷം അള്ളാഹ് പറയാണ് തിൽക്ക. അപ്പോൾ ആ തിൽക്ക മേക്ക തിൽക്ക മിൻ അംബാഇ ഗൈബി നൂഹിഹാ ഇലൈക. നബിയേ, അവയൊക്കെ അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നബിക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അത് നൂഹിഹാ ഇലൈക, താങ്കൾക്ക് ഞാൻ വഹിയായിട്ട് പറഞ്ഞുതരാണ്. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആര്? ഈ വർത്തമാനങ്ങളൊക്കെ ഭൂമിയിൽ കഴിഞ്ഞത് അതിനൊക്കെ സാക്ഷിയാരാണ്? അള്ളാഹ്. അള്ളാഹ് പറഞ്ഞു കൊടുക്കാനാ, നിനക്ക് നാം വഹിയായിട്ട് പറഞ്ഞുതരാണ്. നിനക്ക് അറിയായിരുന്നു. ഇതിന് മുമ്പ് നിന്റെ കൗമിനും ഇതറിയില്ല. നന്നായി ക്ഷമിക്കുക, കുറച്ച് പണിണ്ടാവും. പര്യവസാനം ആർക്കാണ്? ഇനി ഇത് തീരുവല്ല, ശ്രദ്ധിക്കണം. ഇതിന് ഇടക്ക് പറഞ്ഞ് മുമ്പുള്ളതാരാണ്? നൂഹ് നബി. ഇനി ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയാം. ഈ 80 പേര് ഇറങ്ങി, കപ്പലിനിറങ്ങി. ഈ 80 പേരും ആരാ? അല്ലെ? മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്.
ഈ 80 പേരും അള്ളാന്റെ ബർക്കത്തിൽ ഇറങ്ങി, കപ്പലിറങ്ങി. എന്നിട്ട് എന്താ ഉണ്ടായത്? അവർ അല്ലാഹു തആല ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബർക്കത്ത് കൊടുത്ത സമൂഹമായിരുന്നു അവരിൽ ജനിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ഹൈറ്റ് വെയിറ്റുള്ള ആൾക്കാരെ, ഭയങ്കര ആരോഗ്യം, ഭയങ്കര ഹൈറ്റ് വെയിറ്റും സമ്പത്തങ്ങൾ കൊടുത്തിട്ട് അവർ ഈ നട്ട ചെടികളല്ല, ഈ ഇണകളായി കൊണ്ടുവന്ന ചെടികൾ ഒന്നുപോലും വാടിപ്പോയില്ല, ഒന്നുപോലും കരിഞ്ഞുപോയില്ല. ആ ഇണകളാക്കിയ എല്ലാ ചെടികളും മരങ്ങളും ജന്തുക്കളും ജീവജാലങ്ങളും ഒക്കെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് പെരുകി ആ ഭൂമിയെ. ലോകത്ത് അങ്ങനെ ഒരു സമൂഹം കഴിഞ്ഞുപോയില്ല. ആ സമൂഹത്തിന്റെ പേരാണെന്ത്? ആദ് സമൂഹം. ആരെ മക്കള്? എന്തുണ്ടായത്? എന്തുണ്ടായത്? മക്കൾ തെറ്റിപ്പോയി, മക്കൾ തെറ്റിപ്പോയി. ആദ്യപെട്ട് മുത്തഖീങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മൾ തെറ്റിപ്പോയി. അള്ളാഹ് അനുഗ്രഹങ്ങൾ കൊടുത്തു, അവരിൽ കുറച്ചു പേര് ഒഴികെ ബാക്കി എല്ലാവരും അധർമ്മകാരികളായി മാറി, നന്ദി കെട്ടവരായിട്ട് മാറി. ശേഷം വായിക്കുന്ന ആയതാണ്, തൊട്ട് താഴെ വായിച്ചു നോക്കി. അവർക്കിടയിൽ ഉണ്ടായിരുന്ന ശിർക്കടക്കമുള്ള മുഴുവൻ തിന്മകളെ കുറിച്ച് അല്ലാഹു എടുത്തു പറഞ്ഞു. അവസാനിപ്പിക്കുക. അതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം എന്താ? ഇത് നിർത്തരുത്, ഇതൊരു തുടർ പ്രക്രിയ, ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകരുത്. ഈ പ്രാർത്ഥന നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മളിത് പഠിച്ചു, നമ്മളെ മക്കളും നമ്മളെ ഇണയും കൂടെയുണ്ട്, ഈ കാര്യം അവരുടെ ഹൃദയത്തിലുണ്ട്. ഇത് നമ്മളെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അങ്ങനെ മുത്തഖീകൾക്കാണ് ആഖിബത്ത് എന്ന് ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് അവ പറയാൻ കാരണം, അവിടെ അവസാനം സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളെ മുന്നിൽ അവര് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അതിനിടക്ക് തിരിഞ്ഞു പിരിഞ്ഞു പോകരുത് എന്നത് തന്നെയാണ്. ബാക്കി ആയത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എനിക്കൊരു വസിയത്ത് പറയാൻ, എല്ലാവരും ഖുർആൻ ഓതണം, ഖുർആൻ കേൾക്കണം. എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഖിറാഅത്ത് ഇടാതിരുന്നത് ഇന്നലെ എന്റെ മൊബൈലൊന്ന് വീണ് ആകെ പൊട്ടി, ഡിസ്പ്ലേ ഒക്കെ പോയി, ആകെ പൊളിഞ്ഞു പോയി. ഭാര്യയുടെ മൊബൈലില് സിമ്മെടുത്തിനാണ് ഞാൻ മൊബൈൽ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ആ ഖിറാഅത്തും ഒക്കെ എല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യാസീന്റെ ഖിറാഅത്ത് ആദ്യം കേൾപ്പിക്കാതിരുന്നത്. ആകെ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ പൊളിഞ്ഞു പോയി. അപ്പോൾ ഭാര്യയുടെ മൊബൈലിൽ സിമ്മിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് നമുക്ക് ഖിറാഅത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് പുതിയ ആയത്ത് പഠിക്കാനായിട്ട്, ആയത്തോടെ നമുക്ക് കേൾക്കാനും പഠിക്കാനും കഴിയണം. നമ്മൾ എന്നും ഖുർആൻ നമുക്ക് ഓടുമ്പോൾ ഗുണം, നമ്മൾ ഓടും, നമ്മൾ കേൾക്കും. കേൾക്കുമ്പോണ്ടാകുന്ന ഗുണം എന്താ പറയുക? കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ചൂണ്ടിച്ചരിക്കും. മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും ഒക്കെ ഖുർആൻ സാക്ഷിയാവും. അതിന്റെ റഹ്മത്ത് നമുക്ക് ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും, നമ്മുടെ മക്കളിൽ ഉണ്ടാകും. നമ്മൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കാനല്ല പറഞ്ഞത്. എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? മക്കൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. മക്കൾ ഉണ്ടാകാൻ ഖുർആൻ ഒരു പ്രാർത്ഥിക്കും. ഒരു കുട്ടിനെ കൊണ്ട പഠിച്ച പ്രാർത്ഥന ഖുർആനില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എന്താ? സ്വാലിഹിനെ കൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിക്കാവൂ. ചില ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കും, പഠിച്ചോനെ ഒരാൺകുട്ടിനെ കൊണ്ട, ഒരു പെൺകുട്ടിനെ കൊണ്ട, ഒരു കുട്ടിനെ കൊണ്ട അല്ല. പ്രാർത്ഥന എന്താ പറയാ? എന്താണ്? കുട്ടി ഉണ്ടാക്കി കാര്യമില്ല, കുട്ടിയുടെ ഒരു പ്രയോജനമില്ല. ഒരു ആൺകുട്ടി പെൺകുട്ടി ഒരു ഫിസിക്കൽ അതുപോലെ കുട്ടിനെ കൊണ്ട് കാര്യമില്ല, മറിച്ച് അത് സ്വാലിഹായിരിക്കണം, എങ്കിലേ നമുക്ക് പ്രയോജനം. അതുകൊണ്ടാണ് ഖുർആനിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്. റബ്ബി ഹബ്ലി
സാലിഹായ സന്താനത്തെ കൊണ്ട് പഠിച്ചവനെ പ്രാർത്ഥിക്കണം. എങ്കിൽ അത് മുത്തഖീങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ ജീവിതത്തിൽ നമുക്ക് കൺകുളിർമ കിട്ടും, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമായ സ്വർഗം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുട്ടികൾ അള്ളാഹു വിട്ടുപോയിട്ട് മഹാകത്തരട്ടെ. ഇനി നമ്മൾ മുത്തഖിയാകണം, നമ്മളെ മക്കൾ മുത്തഖീങ്ങളാകണം. അതിനെന്താ പണി? മനുഷ്യനെ പറയാൻ എല്ലാം ആയതാണ്. അതിനെന്താ ചെയ്യേണ്ട കുറേ മാർഗമുള്ളൂ. അത് ഏതെങ്കിലും ഫാക്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കിയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യായാമ മുളകൾക്കോ ഒന്നും മുത്തഖിയാക്കിട്ടില്ല. മുത്തഖിയാകണം എങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അതുകൂടി നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്ന് തെറ്റുകുട്ടികൾ അള്ളാഹു വിട്ടുകൊണ്ട് മഹാകത്തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വകാര്യ മക്കളാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നാളെ സ്വർഗത്തിൽ ഒരുങ്ങിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ബഹുമാന്യനായ വിവന്യനായ ഗുരുനാഥൻ 5 കൊല്ലം എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഖുർആനാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖ് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കൂടെ നമ്മളെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.